ഏകദേശം 6-7-8 ദിവസത്തോളമായി ആർക്കും യാതൊരു പരാതിയുമില്ലാത്ത രീതിയിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ 22 ബസ്സുകളുണ്ടായിരുന്നു. രാവിലെ 5:30 മണി മുതൽ വൈകുന്നേരം 10:30 മണി വരെ ഒരു റെസ്റ്റുമില്ലാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള ഗതാഗത മാർഗം അത് എന്താണ് എന്നതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മളോട് KSRTC സ്റ്റേഷൻ മാസ്റ്റർ ഒപ്പമുണ്ട്. അദ്ദേഹം തന്നെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതായിരിക്കും. സാർ, എന്താണ് ഇവിടുത്തെ സാഹചര്യം, എങ്ങനെയാണ് ട്രിപ്പ്? വളരെ തിരക്ക് കൂടുതലാണ്. KSRTC അനവധി സർവീസുകൾ, ഏകദേശം 50ഓളം സർവീസുകൾ ഇങ്ങനെ സെക്കൻഡ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ആൾക്കാർ കൂടുതലാണ്. ഇപ്പോൾ തന്നെ അമ്പലത്തിലേക്കുള്ള ക്യൂ നിലനിൽക്കുകയാണ്. രാവിലെ മുതൽ ഇതേ ക്യൂ നിലനിൽക്കുന്നു. അതേപോലെ തന്നെ KSRTC ബസ്സിലും നല്ല തിരക്കാണ് സംഭവിക്കുന്നത്. തമ്പാനൂരേക്കും കിഴക്കേക്കോട്ടയിലേക്കും ഓരോ സെക്കൻഡിലും നമ്മൾ വണ്ടികൾ അയച്ചുകൊണ്ടിരുന്നു. വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസ് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടല്ല. മാത്രം മതി, ഇത്രയും വണ്ടികൾ മാത്രം മതിയാവും. ഒരു പരാതിയുമില്ല. പരാതിക്ക് അതീതമായിട്ടാണ് നമ്മുടെ സർവീസ് നടത്തുന്നത്. ഏകദേശം 6-7-8 ദിവസത്തോളമായി ആർക്കും യാതൊരു പരാതിയുമില്ലാത്ത രീതിയിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ 22 ബസ്സുകളുണ്ടായിരുന്നു. രാവിലെ 5:30 മണി മുതൽ വൈകുന്നേരം 10:30 മണി വരെ ഒരു റെസ്റ്റുമില്ലാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ അവർ തമ്പാനൂര് കിഴക്കേക്കോട്ട ഇറങ്ങിയതിന് ശേഷമാണ് സർവീസ് ഇങ്ങോട്ട് ആറ്റുകാലിലേക്ക് വരുന്നത്. മറ്റ് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ അവിടെ മറ്റ് സ്ഥലങ്ങളിലും പാർക്ക് ചെയ്തിട്ട് ഈ KSRTC ബസ്സിൽ ഇവിടെ എത്തിച്ചേരുന്നു, തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് KSRTC സംബന്ധിച്ച് ആൾക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണ്. പോലീസുകാരുടെ സഹായം നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ബാക്കി ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് വരുന്ന ജനങ്ങളുടെ അവരുടെ ഒരു ഗതാഗത രീതിയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവാറുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആശങ്കയുള്ളതും അത് തന്നെയാണ്. എത്രമാത്രം വാഹനങ്ങളുണ്ടെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നടന്നെത്തുക എന്നത് മാത്രമാണ് ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഭക്തജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്നത് ഇവിടുത്തെ KSRTC സർവീസ് തന്നെയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിനുവേണ്ടി അധികമായിട്ട് 50 ബസ്സുകളോളം സർവീസിനായി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുകളും യാതൊരു പരാതികളും നൽകിയിട്ടില്ല. എല്ലാവരും തൃപ്തരാണ്. ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം. ഏകദേശം 50ഓളം ബസ്സുകൾ ഇതിനുവേണ്ടി പ്രത്യേക സർവീസിനായി അനുവദിച്ചിട്ടുണ്ട്. ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സർവീസുകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. രാവിലെ 6:30 മുതൽ വൈകിട്ട് വരെ ഇത്തരത്തിലുള്ള സർവീസുകൾ ഇവിടെ ലഭ്യമാണ് എന്ന് തന്നെയാണ് വിവരം. അതേപോലെ തന്നെ കിഴക്കേക്കോട്ടയിൽ നിന്നും തമ്പാനൂരിൽ നിന്നുമാണ് ഇവിടത്തേക്ക് ക്ഷേത്രത്തിലേക്കുള്ള സർവീസുകളൊക്കെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ആളുകൾ സാധാരണഗതിയേക്കാൾ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സാധാരണഗതിയിൽ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളെക്കാൾ ഇരട്ടി ആളുകൾ ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയിടാൻ വേണ്ടി എത്തുന്നുണ്ട്. പൊങ്കാല ദിവസത്തിന്റെ തലേ ദിവസം തന്നെ ഒരുപാട് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ കൃത്യമായും അതുപോലെ തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെയും തിരികെ എത്തിക്കാനും അവരുടെ യാത്ര സുഗമമാക്കാനും വേണ്ടി KSRTCയുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഉണ്ടാകുന്നതെന്ന് വ്യക്തമാകുന്നു. നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരെയും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ KSRTC സർവീസുകൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. KSRTC സ്വിഫ്റ്റുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതേപോലെ തന്നെ KSRTC ബസ്സും ഉണ്ട്. എന്തായാലും 50ഓളം ബസ്സുകൾ ഇതിനു വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് 5 മിനിറ്റുകൾ കൂടുന്തോറും ഈ സർവീസുകൾ ഇവിടെ നിന്ന് നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്ററും നൽകുന്ന വിവരം. എന്തായാലും ഭക്തജനങ്ങൾക്ക് അവരുടെ യാത്രയടക്കം സുഗമമാക്കിക്കൊണ്ട് എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നത് വ്യക്തമാണ്. എന്തായാലും നാളെ പൊങ്കാല ദിനത്തോടനുബന്ധിച്ച് വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്.